നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി മൈസൂർ ബോണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൈസൂർ ബോണ്ട തയ്യാറാക്കുന്നതിനായി 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കേട്ടോ, ഉപ്പ് പാകത്തിന്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കായം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്നറിയുമോ? 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 ടീസ്പൂൺ, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. പിന്നെ കളറിന് വേണമെങ്കിൽ നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടിയോ, ഫുഡ് കളർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നമുക്ക് ഒരുപാട് അങ്ങ് ലൂസായി പോകാതെ എന്നാൽ ഒത്തിരി തിക്കായിട്ടുള്ളതുമല്ലാത്ത ഒരു പാകത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ല കുറച്ച് നേരം വച്ചിരുന്നാലും കുറച്ച് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഞാനൊരു 10 മിനിറ്റ് അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഓയിലേക്ക് നന്നായിട്ട് ചൂടായി വന്നു. അതിലേക്ക് 1 സ്പൂൺ വെച്ചിട്ട് ഞാനിത് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നല്ലൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇത് മാവ് എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിന് ഉള്ള ബോണ്ട വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇങ്ങനെ 1 സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ച് ചെറിയ ബോണ്ടകളാക്കിയാണ് എടുക്കുന്നത്. ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം, എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഔട്ട് സൈഡ് എല്ലാം കരിഞ്ഞു പോകും, പുറം ഭാഗം എല്ലാം കരിഞ്ഞു പോകും, ഉള്ളിലൊന്നും വേഗത്തൂല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ടൊന്ന് 2 സൈഡും തിരിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്ത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നോമ്പുകാലമൊക്കെ വരുന്നില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അകത്തൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമൊക്കെ തന്നെ നല്ല ക്രിസ്പിയാണ്. ചൂടോടുകൂടി കഴിക്കാൻ നമുക്ക് സോസിനൊപ്പമോ അതല്ലെങ്കിൽ ഒരു ചട്നിക്കൊപ്പമൊക്കെ സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചട്നിക്കൊപ്പമാണ് ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത്. പെട്ടെന്ന് ഈ ഉണ്ടാക്കിയ ചട്നിയുടെ റെസിപ്പിയും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 2-3 ചെറിയ ഉള്ളി നുറുക്കിയത്, 2 പച്ചമുളക്, പിന്നെ 1/2 കപ്പ് ചെറിയ തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ തൈര്, ഒരിച്ചിരി ചെറുനാരങ്ങ നീര്, പാകത്തിന് ഉപ്പ്. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നതിന് മുമ്പ് തൈരിൻ്റെ പുളി നോക്കണം കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ടാണ് ഇച്ചിരി ചെറുനാരങ്ങ നീര് ഒഴിച്ചത്. ഇതെല്ലാം കൂടി ഈ ഒരു പാകത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടാക്കി തണുത്ത വെള്ളമാണ് ഒഴിച്ചരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ചട്നി കേടാകാതിരിക്കും കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല, എന്നാൽ അരയാതിരിക്കാനും പാടില്ല. ഈ ഒരു പാകത്തിന് നമുക്കിത് അരച്ച് മാറ്റാം. ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചട്നിയിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലല്ല യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുമ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ചട്നിയുടെ ടേസ്റ്റ് ഉണ്ടാകുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ടു. ഉഴുന്ന് പരിപ്പും ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു. പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ചട്നി
പാനിലേക്ക് ഒഴിക്കാറാണ് പതിവ് കേട്ടോ. തിരിച്ച് ചെയ്താലും മതി, കുഴപ്പമില്ല. ചട്നിയിലേക്ക് നമ്മൾ താളിച്ചത് ഒഴിച്ചാലും മതി. പക്ഷേ ഈ ചൂടുള്ള പാനിലേക്ക് നമ്മൾ ഈ ചട്നി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ തിളച്ച് പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറിയിട്ട് ചട്നി ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടും. ഈ ഒരു പാകത്തിന് നമ്മുടെ ചട്നി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇത് കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ബോണ്ട കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്, ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്